ഹലോ എവരിബഡി, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഗിരീഷ്. നമ്മളങ്ങനെ ഇന്നലെ രാത്രി തുടർച്ചയായിട്ടുള്ള യാത്രകൾക്ക് ശേഷം നമ്മൾ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കർപ്പകത്ത് നിന്നാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത്. രാത്രിത്തെ വീടിൻ്റെ വിഷ്വൽസ് ഒന്നും കാണിക്കാനും അത്ര വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം കർണാടകയിൽ ബാംഗ്ലൂരിൻ്റെ ഒക്കെ അടുത്ത് നെല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. അവിടെ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. അവിടെ തന്നെ ടോയ്ലറ്റിലെല്ലാം പോയി നമ്മളൊന്ന് ഫ്രഷപ്പായി ഏകദേശം ഒരു 10-25 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ നെല്ലൂർ തുംകൂർ റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു അരമണിക്കൂറോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡീസൽ അടിക്കാനായിട്ട് നമ്മൾ പമ്പിൽ കയറി. അവിടെ ഡീസലിന് 89 രൂപ 90 പൈസയാണ് അവിടെ ഡീസലിൻ്റെ പൈസ. നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് തൊട്ടടുത്തുള്ള കഫേറ്റീരിയയിൽ നിന്ന് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഒരു 10-25 മിനിറ്റ് അവിടെയൊക്കെ നടന്ന് സമയമൊക്കെ കളഞ്ഞ് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു. ഒരു തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു കഫേറ്റീരിയ ഉണ്ടായിരുന്നു. കോൾഡ് കോഫിയും ഇതൊക്കെ കുടിക്കാനായിട്ട് കോൾഡ് കോഫി പറഞ്ഞു. കോൾഡ് കോഫി നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ടേസ്റ്റൊന്നും ആയില്ല. ഞാനതുകൊണ്ട് തന്നെ പിന്നെ കോൾഡ് കോഫിയിൽ നിന്ന് ജിഞ്ചർ ടീയിലേക്ക് മാറി. ജിഞ്ചർ ടീ കുടിച്ച് ഒരു കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നമ്മുടെ ഹംപി ഹോസ്പിറ്റൽ റോഡ് ലക്ഷ്യമാക്കിയായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. കുറച്ചിറങ്ങിയപ്പോഴേക്കും നല്ല സീനറിയൊക്കെയുള്ള ഒരു വശം കണ്ടപ്പോഴേക്കും ഞങ്ങൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ലൈറ്റിങ്ങും നല്ലൊരു വിഷ്വൽ ട്രീറ്റായിരുന്നു. അത് കഴിഞ്ഞ് പോരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ ഒരു AC-ൻ്റെ മുകളിലൊരു അപ്പൂപ്പൻ ഇരുന്ന് വളരെ കൂളായിട്ട് ട്രാവൽ ചെയ്ത് പോകണം. അവരൊരു ട്രാവൽ കണ്ടീഷൻ അതായിരിക്കാം മേ ബി. ട്രാക്ടറിൽ വലിയ ലോഡൊക്കെ കയറ്റി വലിയ 2 ഡക്കറായിട്ടാണ് പോകുന്നത്. നമുക്കത് കാഴ്ചയിൽ ഇത്തിരി അത്ഭുതം തോന്നി. നമ്മുടെ നാട്ടിലിങ്ങനെ ഇത്രയും ലോഡ് കയറ്റി പോകണ കാണാറില്ലല്ലോ. അങ്ങനെ നിന്ന് നമ്മളൊരു നീലാകാശം മൂഡിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് രാത്രിയോടുകൂടി ഒരു ധാബയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി. വിജയപുര ഹോൺകൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു. അവിടെ നമ്മുടെ MP മധ്യപ്രദേശ് ദാഹാർ ആ ഒരു ഗോളിയാർ ആ റൂട്ടൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പോകാനുണ്ടായിരുന്നത്. പോരുന്ന വഴിയിൽ നമ്മൾ വെള്ളം 20 ലിറ്ററിൻ്റെ ക്യാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്തു. ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴേക്കും പേട ഉണ്ടാക്കി വെച്ചേക്കുന്നത് വിത്ത് ഷുഗറും വിത്തൗട്ട് ഷുഗറും. നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും ഒരു 200 ഗ്രാം വെച്ച് നമ്മൾ മേടിച്ചു. വിത്തൗട്ട് ഷുഗർ അത്ര ടേസ്റ്റൊന്നുമില്ല, പക്ഷേ ആ ഒരു പക്ക പ്യുവർ മിൽക്കിൻ്റെ ടേസ്റ്റ് നമുക്കതിൽ കിട്ടും. മറ്റേത് ഷുഗറാണ്, പക്ഷേ ഒരു ടേസ്റ്റ് അതിൻ്റെ ഡിഫറെൻ്റാണ്. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഏകദേശം കണ്ടിന്യൂസ് ട്രാവൽ ചെയ്ത് നമ്മൾ മധ്യപ്രദേശ് ദാഹാർ എത്തി. ഗോളിയാർ ദാഹാർ റൂട്ടിൽ വളരെ ഒരു ഗ്രാമാന്തരീക്ഷം നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. കൂടുതൽ ആൾക്കാരും കൃഷിക്കാരും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. അവിടെയും റോഡ് കണ്ടീഷൻ അത്ര മോശമെന്ന് പറയാനില്ല. പൊട്ടും പൊളിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു റോഡ് കണ്ടീഷനും നല്ലൊരു സൺറൈസൊക്കെ കണ്ട് നമ്മൾ ഏകദേശം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീടിൻ്റെ വാതിക്കൽ കുറേ കോൺ ഉണക്കാൻ വേണ്ടിയിട്ടേക്കുന്നത്. ഞാനപ്പോൾ അത് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. എല്ലാവരും തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇതിൻ്റെ കൃഷിയൊക്കെ ചെയ്തേക്കുന്നത്. നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓടി അകത്ത് കയറി. അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോയില്ല, വെറുതെ അവർ ഇനി പ്രവോക്ക് ആവണ്ടല്ലോ എന്ന് ഓർത്ത്. എന്തായാലും അത് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അവിടെ നമ്മുടെ ദാർ പിതംപൂർ അവിടുത്തെ ഗ്രാമാന്തരീക്ഷങ്ങളും അതിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗികളെല്ലാം കണ്ട് നമ്മൾ രാവിലെയുള്ള ആ ഒരു ഡ്രൈവിലായിരുന്നു. കൂടെയുള്ളവർ 3 പേരും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് അവരെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനും നിന്നില്ല. ഞാനും ശംഖും ഓണായിട്ടിരുന്ന് കുറേ ദൂരം അങ്ങനെ പോയി. നല്ലൊരു ആ മോർണിംഗിൽ നമ്മൾ അത്രയും ഒരു അന്തരീക്ഷത്തിൽ കാണാനുള്ളൊരു ഭംഗിയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അവിടെ നിർത്തി ഈ MP തന്നെ പിതംപൂർ തന്നെ നമ്മളൊരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി. നമ്മുടെ വണ്ടി കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ അത് എന്താണ് അറിയാനൊക്കെ നോക്കാനും വരാനൊക്കെ ചെയ്യുന്നത്. ചെറിയ കപ്പിലുള്ള ടീയാണ്, 10 രൂപയാണ് ഒരു ചായക്ക് അവർ നമ്മളോട് ചാർജ് ചെയ്യണേ. അങ്ങനെ അവിടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് നമുക്കൊരു സബ്സ്ക്രൈബറെ കിട്ടി. ചേട്ടൻ ഇതല്ല സബ്സ്ക്രൈബർ ഇദ്ദേഹം നമ്മളെന്താണ് ആരാന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അദ്ദേഹത്തിന് ഒരു ചായ ഞാൻ മേടിച്ചു കൊടുത്തു. അവിടെ ചായ അടിക്കണ ആളാണ് അന്നേരം നമ്മളോട് വളരെ ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആങ്സൈറ്റിയിൽ വന്ന് പുള്ളി നമ്മുടെ ഫോൺ വണ്ടിയിൽ എഴുതിയേക്കണ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെ ID ഒക്കെ എടുത്തവർ നോക്കി. അതിനുശേഷം ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കൂടുതലും ഈ ഫ്യൂവൽ പമ്പുകളാണ് ആശ്രയിച്ചത്. അവിടെയും കിട്ടി നമുക്കൊരു സബ്സ്ക്രൈബർ.
എന്തായാലും നമ്മൾ ഈ പോണ യാത്രയിൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ വാഹനവും നമ്മളെയൊക്കെ കണ്ടിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് ആ ഉധംപൂർ തന്നെയുള്ള ഗോഡാച്ചപ്പതി എന്ന് പറഞ്ഞിട്ട് കുതിരലായം പോലെയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഹൈവേയിൽ നമ്മൾ കയറി എക്സ്പ്രസ് വേ ആയിരുന്നു. എങ്ങും തന്നെ ഒതുക്കാനൊന്നും സ്ഥലമില്ലാത്തൊരു സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ നമുക്കൊരു ടീ ഷോപ്പോ കാര്യങ്ങളൊന്നുമില്ല. റോഡിൻ്റെ ഭംഗിയും കൂടുതൽ ഭംഗിയായിക്കൊണ്ടിരുന്നു. ടോൾ പ്ലാസകളും വേണമെങ്കിലും നമുക്ക് അവിടെ ഒരു ചായ കുടിക്കാനോ ഒന്നിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പുതിയ പാലത്തിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പുതിയ റോഡുകളും നല്ല ഹൈവേകളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഔട്ടറിൽ കയറി ഒരു ഷോർട്ട് കട്ട് കാണിച്ച് കയറിയത്. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇത്രയും ഹൈറ്റ്, ആ ബോക്സിൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിൽ കൂടി ക്രോസ് ആയില്ല. പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചൊരു 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മുടെ ഗൂഗിളിലുള്ള ലൊക്കേഷൻ നോക്കി പോയതാണ്. അപ്പോൾ അവർ ഒരു ഫ്രീ സ്പേസ് പോലെ തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. എന്തായാലും അതിൽ കൂടി നമ്മുടെ വണ്ടി കിടന്നില്ല. വീണ്ടും തിരിച്ച് 2.5 കിലോമീറ്റർ അപ്പുറത്ത് പോയി കറങ്ങി. അപ്പോൾ നമ്മൾ നിർത്തുന്നിടത്ത് എല്ലായിടത്തും തന്നെ അവിടുത്തെ ആൾക്കാർ ഇതെന്താ സംഭവം എന്നറിയാനായിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഒരു നല്ല അനുഭവമായിരുന്നു ഇതുവരെയുള്ള യാത്രകളിൽ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഓടിച്ച് നമ്മുടെ വഡോദര മുംബൈ എക്സ്പ്രസ് വേയിലെത്തി. മാരക ഫിനിഷിങ്ങിലാണ് റോഡ് ചെയ്തേക്കണം. പുതിയ റോഡാണ്, എല്ലാ വശങ്ങളും വർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു 85% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും ഈ സൈഡിൽ കടുക് പാടങ്ങളും ഇതൊക്കെ കാണിച്ച് നമ്മൾ ആ ഹൈവേയിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നത് പക്ക ഒരു വില്ലേജിൻ്റെ അകത്തൂടെയാണ്. കാരണം ഈ റോഡ് പണി തീരാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും. അവിടെ എല്ലാം ഈ കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും ഒക്കെ പണിതിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ അവരുടെ ഈ കന്നുകാലികളെ വളർത്തുന്നത്. കൂടുതലും പോത്തും എരുമ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് പിന്നെ ഒരു ഔട്ടറിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത്. വലിയ സെറ്റപ്പിലുള്ള ഹോട്ടലുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ കുറേ നോക്കിയതിന് ശേഷം ഒരു ചെറിയ ധാബ കിട്ടി. അവിടെ നമ്മൾ ദാലും റൈസ് റൊട്ടി അതൊക്കെയാണ് നമ്മൾ കൂടുതലും കഴിക്കാറ്. അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് അവിടെ നമുക്കൊരു അബദ്ധം പറ്റിയത് അവർ നമ്മളോട് കാശ് ഭയങ്കര കൂടുതലാണ് മേടിച്ചത്. നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ആ പൈസയും കൊടുത്ത് നമ്മുടെ കോട്ട ലക്ഷ്യമാക്കിയാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ഏകദേശം നല്ലൊരു ഡ്രൈവായിരുന്നു. അവസാനം കോട്ട എത്തി. നമ്മൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെങ്കിലും കോട്ടയുടെ ഒരു ഭംഗിയും ഇതൊക്കെ പകൽ സമയത്ത് ഇത്ര നന്നായിട്ട് കാണുന്നത് നമ്മൾ ഇപ്പോഴാണ്. ഇതിനു മുമ്പ് ഞാൻ വന്നത് പ്രാവശ്യം മോട്ടോർ സൈക്കിളിലായിരുന്നു ഈ റൂട്ടിൽ കൂടി 2015 കാശ്മീർ കന്യാകുമാരി പോയ സമയത്ത്. ഈ ലേക്കിൻ്റെ പേര് വരുന്നത് കിഷോർ സാഗർ ലേക്ക് എന്നാണ്. ഇത് ആ ലേക്കിൽ സ്ഥിതി ചെയ്യണ ഒരു പാലസാണ് ജാഗ് മന്ദിർ. അതിന് ചുറ്റും നമുക്ക് ബോട്ടിലുള്ള ഒരു റൈഡുകളും സ്പീഡ് ബോട്ട് റൈഡുകളൊക്കെ അവൈലബിൾ ആണ്. നല്ല ഒരു ആംബിയൻസും നമുക്ക് അത്രയും ഇതിൻ്റെ ഇടയിൽ വളരെ ആ വെള്ളമെല്ലാം നന്നായിട്ട് അവർ ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെൻസും അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ പുറകുവശത്ത് കാണുന്ന എന്തോ ഒരു ഫാക്ടറിയിൽ പുക പോകുന്ന ഒരു ഇത് മാത്രമാണ് എനിക്കൊരു അരോചകമായി തോന്നിയത്. കാരണം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തിന് അതിൻ്റെ പുറകിൽ ആ ഒരു ഇത് വന്നിട്ട് എന്തോ അവരുടെ ഫാക്ടറി ആവശ്യമാണ്. എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇത് അവരുടെ വെള്ളം ക്ലീൻ ചെയ്യാനുള്ള ഒരു മെഷീൻസൊക്കെയാണ്. എന്തായാലും അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ബോട്ട് സർവീസിന് പോകാൻ ഉള്ള ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അങ്ങനെ പോരുമ്പോഴാണ് അവിടെ പൊല്യൂഷൻ ഇതിന് കുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യണ ഒരു മെഷീൻ കണ്ടത്. ഭയങ്കര പൊടിയാണ്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു മെഷീനാണ്. അവിടെ നമ്മൾ അവിടുത്തെ കോട്ട മ്യൂസിയം ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു. അത്ര ഭയങ്കര അടിപൊളി മ്യൂസിയം എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കുറച്ച് സ്റ്റോൺ വർക്കുകളും കുറച്ച് സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, പഴയ ഒരു ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ കുറച്ച് നേരം അതെല്ലാ വശങ്ങളൊക്കെ ഒന്ന് കണ്ട്. അവിടെ ഫോട്ടോസും വീഡിയോസൊന്നും അവൈലബിൾ അല്ല, എല്ലാ സ്ഥലങ്ങളിലും എടുക്കാൻ പാടില്ല. 1-2 സ്ഥലത്ത് മാത്രമേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത്. വഴിയിലെല്ലാം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കോട്ടയം ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് പോരാൻ തന്നെയുള്ള ഒരു പ്ലാനിലായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പോഴാണ് ഒരു അമേസിങ് ബിൽഡിംഗ് സ്ട്രക്ചർ നമ്മളോട് കാണുന്നത്. അവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഈ ഒരേ കളറും ഒരേ പാറ്റേണും ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടുത്തെ
ആൾക്കാർക്ക് താമസിക്കാൻ പണ്ട് രാജാക്കന്മാർ അവരുടെ ഭടന്മാരും എല്ലാവരും താമസിക്കാനൊക്കെയുള്ള ഒരു സംവിധാനമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ലുക്ക് തന്നെയാണ്. നമ്മൾ വണ്ടി ഹൈവേ അത് പാലത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇത് കാണുന്നത്. അതിനുവേണ്ടി നമ്മൾ അവസാനം വണ്ടി അവിടെ നിർത്തി ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ അതിൽ വീണ്ടും ആഡ് ചെയ്തത്. അതൊന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. ഇതാണ് ചാമ്പൽ റിവർ ഫോർട്ട്. ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് എങ്ങനെ പോകാമെന്ന് അന്വേഷിച്ചു. അങ്ങനെ ഈ പാലം ഇറങ്ങി ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ റിട്ടേൺ. അതിൻ്റെ താഴത്തേക്ക് നമ്മൾ വന്നപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോഴേക്കും അങ്ങോട്ട് പോകാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാനൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിൻ്റെ താഴത്തേക്ക് പോയി. അവിടുന്ന് രാത്രിയോടെ നമ്മൾ ബുണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പോൾ അവിടെ ഒരു ട്രാക്ടറുകാരൻ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കണേ. അപ്പോഴത്തേക്കും ഫ്രണ്ടൊക്കെ പൊങ്ങിയ അത്രയും ലോഡുള്ളതുകൊണ്ടാണ്. എനിക്കെന്തോ ട്രാക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാം വരുമ്പോൾ ട്രാക്ടർ കാണുമ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് പറഞ്ഞു. തണുപ്പ് കാരണം എല്ലാവരും ആൾക്കാരൊക്കെ അവിടെ തീയൊക്കെ വെച്ചിട്ടാണ് ഈ ധാബയുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മൾ ആലു പൊറോട്ടയും റൊട്ടിയും ദാൽ മഖനിയാണ് പറഞ്ഞത്. ഏകദേശം ഒരു 1/4 മണിക്കൂർ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് അവർ ഓർഡർ എടുത്തത് ഉണ്ടാക്കി തരുന്നത്. വളരെ ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു. നമ്മൾ ആ രാജസ്ഥാനി അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെ അവരുടെ കട്ടിലൊക്കെ ഇരുന്നിട്ടുള്ള രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി തുടർച്ച ഓടിക്കേണ്ടതുകൊണ്ട് നമ്മൾ ഗ്ലാസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നല്ല 4 ലൈൻ ഹൈവേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര വലിയ തടസ്സമൊന്നും ഉണ്ടായില്ല. നമ്മൾ 4 പേര് മാറി മാറി ഓടിച്ച് ഏകദേശം ഡൽഹി എത്തിയപ്പോഴേക്കും നമ്മളെ പോലീസ് പിടിച്ചു നമ്മുടെ കേരള വണ്ടി ആയതുകൊണ്ടും അതിൻ്റെ നമ്പർ പ്ലേറ്റ് IND മാർക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞു. ഡൽഹി എത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു. ഏകദേശം ഒരു 8 ഡിഗ്രി ഉണ്ടായുള്ളൂ. അവിടെ നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ചായ കുടിച്ച് സെക്ടർ 49 നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോഴേക്കും നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്ത നേരത്തെ മാനേജർ പുറമേ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു സ്റ്റാൻഡേർഡ് റൂമായിരുന്നു. റൂമിൽ കയറി എല്ലാവരും നല്ല ടയർഡായി. വെളുപ്പിന് 4 മണിയോളം ആയിരുന്നു എത്തിയപ്പോഴേക്കും. ഡൽഹിയിൽ ലാസ്റ്റ് വന്നപ്പോൾ കുടിച്ച ചായയുടെ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷായി ഒരു 4 മണിയോടെ വീണ്ടും നമ്മൾ പുറത്തിറങ്ങി. ഡൽഹി എല്ലാം എപ്പോഴും നല്ല ഓണായിരിക്കും, 24 hours തന്നെ ഓണായിരിക്കും. അവിടെ നമ്മൾ റോളും ചായയും മോമോസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ. കുറച്ച് ദിവസം ഭക്ഷണം മര്യാദക്ക് കഴിക്കാത്തതിൻ്റെ തോന്നുന്നു ചെറിയൊരു ആർത്തി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായി. എന്തായാലും റോളെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ഏകദേശം ഡൽഹി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേ എടുക്കാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കും സ്റ്റേ വാച്ച്, സ്റ്റേ സപ്പോർട്ട്. താങ്ക് യു.